guys, welcome back to Zabi. Let's meet my friends. ഇതാണ് റിയ, ഇത് മെഹനാസ്, ഇത് ഹാനിയ, and finally this is ഇഷാൻവി. ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ LKG തൊട്ട് grade 2 വരെ ഒരേ ക്ലാസ്സിലായിരുന്നു. And the sad part is റിയ ഇനി തൊട്ട് നാട്ടിലാണ് പഠിക്കുന്നത്. സോ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഒരുമിച്ച് കൂടി ഈ ഡേ മോർ കളർഫുൾ ആക്കാൻ വേണ്ടി ഞങ്ങൾ പാർക്കിൽ പോയി. അതെ, നമുക്കിന്നൊരു കുട്ടി ഫ്രണ്ട്ഷിപ്പ് കണ്ടല്ലോ. കുട്ടി ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണ് കേട്ടോ. ഇത് എൻ്റെ മോള് ഹനിയ. ഇവർ 5 പേര് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. LKG മുതൽ ഇതപ്പോൾ 3rd സ്റ്റാൻഡേർഡ് ഇതുവരെയും ഇവർ ഒരേ ക്ലാസ്സിൽ ഒരേ ഡിവിഷനിൽ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിക്ക് ഫ്രണ്ട്സാണ് ഇവർ. അപ്പോൾ ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായത് ഇപ്പോഴാണ് കേട്ടോ. ആ കാരണം ഇവരിൽ ഒരാൾ റിയ നാട്ടിൽ സെറ്റിലാവാൻ പോവുകയാണ്. അപ്പോൾ ഇവർക്ക് റിയ പോകുന്നതിലുള്ള വിഷമം കാരണം ഇവർ 5 പേരും കൂടി പ്ലാൻ ചെയ്തു 5 ആളുടെ വീട്ടിൽ 5 ദിവസമായിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഇവർ ഓരോരുത്തരുടെ വീട്ടിൽ പോകുമ്പോൾ അവരെ പാരൻസ് അവിടെ നിന്ന് ഇതേപോലെ പാർക്കിലേക്കോ മാളിലേക്കോ കൊണ്ടുപോയിട്ട് അടിപൊളിയാക്കിയിട്ട് ഒരു ദിവസം അവർക്ക് എന്നും ഓർത്ത് തീർക്കാൻ പറ്റുന്ന ഒരു ദിവസമാക്കി മാറ്റിയിട്ടോ. അങ്ങനെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളും ഇതേപോലെ ഇവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് 2 പേർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. റിയ പോകുന്നതിന് തലേ ദിവസമായിരുന്നു ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ ആ ഒരു ദിവസം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. നമ്മുടെ കൂടെ വരുന്നതിനേക്കാളും ഒരു 100 ഇരട്ടി ഹാപ്പിനെസ്സാണ് കേട്ടോ ഇവരുടെ മുഖത്ത് അപ്പോൾ കാണാൻ പറ്റുന്നത്. ഇവർക്കാണെങ്കിലോ കണ്ടുമുട്ടിയിട്ട് പിരിയാൻ സമയത്ത് അവർക്ക് ഭയങ്കര വിഷമവും പിന്നെ കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും ഒന്നും മതിയാവുന്നില്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമവും അതിനോടൊപ്പം പിന്നെ സന്തോഷം എല്ലാം കൂടിക്കലർന്നൊരു ഇതാണ് കേട്ടോ. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ എനിക്കൊന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മെമ്മറിയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ മെമ്മറി കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പോകുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അതവർക്ക് ഭാവിയിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ അവർ ചിലപ്പോൾ മിസ്സായി പോകും. അവർ ചിലപ്പോൾ ഓർമ്മയിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് റീകളക്ട് ചെയ്യാനൊക്കെ നല്ലതാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ 5 ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനിതെല്ലാം കൂടി ഒന്നാക്കിയിട്ട് ഇങ്ങനെ വിചാരിച്ചൊന്ന് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഇവർ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മോൻ പറയട്ടോ, അവനൊക്കെ ഇപ്പോൾ +2 ആയിട്ട് ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് ആയിട്ടുള്ള അവനതുപോലെ ഫ്രണ്ട്സിൻ്റെ ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട്. പക്ഷേ അത് ഇവർ ഇപ്പോഴേ തുടങ്ങി. അപ്പോൾ എൻ്റെ മോൻ പറയായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ഇവരൊന്നും പിടിച്ചാൽ കിട്ടില്ല ഉമ്മ എന്നുള്ളത്. ശരിയാണ്, ഒരു ജനറേഷൻ്റെ വ്യത്യാസം വരുന്നതില്ലേ. ഇപ്പം എൻ്റെ ജനറേഷനിൽ നമുക്ക് ഇതേ പറ്റിയിട്ടില്ല. +2 പോലും ഡിഗ്രിക്ക് പോലും ഇതേപോലെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് കാലത്തിൻ്റെ ഒരു പോക്ക് അല്ലേ. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമുക്ക് റിയക്ക് എല്ലാവിധ ആശംസകളും കൊടുക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.